വെൽക്കം ടു ഡ്രീം ഷോർ. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഡ്രീം ഷോർ PSCയുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും നമ്മൾ എടുക്കാൻ പോകുന്നത് HSST കോമേഴ്സിൻ്റെ ക്ലാസ്സാണ്. HSST കോമേഴ്സ് എക്സാം നമുക്ക് ജൂൺ 30 എല്ലാവർക്കും അറിയാം. അപ്പോൾ നമുക്ക് ഏപ്രിൽ മാസം ഇതാ കഴിയാറായി. ഇനി നമുക്ക് മെയ് ജൂൺ 2 മാസങ്ങളാണ് നമ്മുടെ മുൻപിലുള്ളത്. അപ്പോൾ എക്സാമിന് വേണ്ടി നന്നായിട്ട് തന്നെ എല്ലാവരും പഠിക്കുക. ഇതുവരെ പഠിച്ച ടോപ്പിക്കുകളെല്ലാം തന്നെ കൂടെ റിവൈസ് ചെയ്ത് കൊണ്ടുപോകാനും മറക്കരുത്. നിങ്ങൾക്കറിയാം GK+ നമ്മുടെ സബ്ജക്റ്റാണ് നമുക്ക് എക്സാമിന് ഉണ്ടാവുക. അപ്പോൾ GK പാർട്ട് നിങ്ങൾ വിട്ട് കളയരുത്. GK പാർട്ടിൽ നിങ്ങൾക്ക് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കും, അതുപോലെ കറൻറ്റ് അഫെയർസ് ഉണ്ടായിരിക്കും, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, വെൽഫെയർ മെഷേഴ്സ്, അതുപോലെ റിസർച്ച് ഇൻ ടീച്ചിങ്, അങ്ങനെയുള്ള ടോപ്പിക്സ് ഒക്കെ നമുക്കുണ്ടായിരിക്കും. ലിറ്ററസി ഫിഗേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നന്നായിട്ട് തന്നെ നോക്കിയതിന് ശേഷം നിങ്ങൾ അതിൻ്റെ കൂടെ സബ്ജക്റ്റ് കൂടി നോക്കി പോവുക. GK ടോപ്പിക്ക് വിട്ട് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ലിസ്റ്റിൽ നേടാൻ സാധിക്കില്ല. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഓർത്തുകൊണ്ട് തന്നെ എല്ലാവരും നന്നായിട്ട് പഠിക്കാം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നിങ്ങളുടെ കമൻറ്റിനെ കുറിച്ചാണ്. നിങ്ങൾ ക്ലാസ് കണ്ടിട്ട് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. കാരണം ക്ലാസ് എടുത്ത് കഴിയുന്ന സമയത്ത് നമുക്കൊരു ഒരു ക്ലാസ് ഇപ്പോൾ സാധാരണ നമ്മളൊരു ഓഫ്ലൈൻ ക്ലാസ് ആണെങ്കിലും നമ്മുടെ ക്ലാസ്സിൽ കുറച്ച് റെസ്പോൺസൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അല്ലേ? കുട്ടികളുടെ ഡൗട്ട് ചോദിക്കുകയും അവർ റെസ്പോണ്ടൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്ത്. അതുപോലെ തന്നെയാണ് ഈ ഒരു ക്ലാസ് എടുക്കുന്ന സമയത്തും നിങ്ങളുടെ മെസ്സേജും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്കത് ക്ലാസ് എടുക്കാനൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അല്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് ക്ലാസ്സിൽ ഇടയ്ക്ക് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടോ, അല്ലെങ്കിൽ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വേണമെങ്കിലൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ സാധാരണ കമൻറ്റ് ചെയ്യുന്ന എല്ലാ ആളുകളെയും ഞാൻ നോട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ശങ്കൂസ് 399, അതുപോലെ തന്നെ 9494, ദെൻ അറ്റ് അബ്ദുറഹീം, അതുപോലെ മേലയാറ്റത്ത് ഫാമിലി. അപ്പോൾ ഈ അങ്ങനെ കുറേ പേരൊക്കെ കമൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ചില സമയത്ത് കമൻറ്റുകളൊന്നും കാണാതിരിക്കുമ്പോൾ ഞാൻ ആലോചിക്കാറുമുണ്ട്, ഇപ്പോൾ എന്തു പറ്റി ആരും കമൻറ്റ് ഒന്നും ചെയ്യാറില്ലല്ലോ എന്നത്. അപ്പോൾ കമൻറ്റ് ചെയ്യുന്ന ആളുകളെല്ലാം നോട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ക്ലാസ് കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൾട്ടിലാറ്ററൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്യാരണ്ടി ഏജൻസി, അതായത് മിഗായെക്കുറിച്ചാണ്. അപ്പോൾ മൾട്ടിലാറ്ററൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്യാരണ്ടി ഏജൻസി എന്ന് പറയുന്നത് അതൊരു ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. നമ്മുടെ ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണിത്. അപ്പോൾ വിച്ച് ഓഫേഴ്സ് പൊളിറ്റിക്കൽ റിസ്ക് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് എൻഹാൻസ്മെൻറ്റ് ഗ്യാരണ്ടി. ദീസ് ഗ്യാരണ്ടീസ് ഹെൽപ്പ് ഇൻവെസ്റ്റേഴ്സ് ടു പ്രൊട്ടക്ട് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അഗെയിൻസ്റ്റ് പൊളിറ്റിക്കൽ ആൻഡ് നോൺ കമേഴ്ഷ്യൽ റിസ്ക്. ഡെവലപ്പിംഗ് കൺട്രീസിൽ നിന്ന് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് വരുന്ന പൊളിറ്റിക്കലും അതുപോലെ കമേഴ്ഷ്യൽ ആയിട്ടുള്ള റിസ്ക് എന്നൊക്കെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മൾട്ടിലാറ്ററൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്യാരണ്ടി ഏജൻസി ഫോം ചെയ്തത്. അപ്പോൾ ഇറ്റ് ഈസ് എ മെമ്പർ ഓഫ് ദ വേൾഡ് ബാങ്ക് ഗ്രൂപ്പ് ആൻഡ് ഇറ്റ്സ് ഹെഡ് ക്വാർട്ടേഴ്സ് ഇൻ വാഷിംഗ്ടൺ DC. അപ്പോൾ മിഗയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഏതാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ അതായത് നമുക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നിട്ട് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ചോദിക്കുമ്പോൾ മിഗയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എവിടെയാണ്? വാഷിംഗ്ടൺ DC ആണ്. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ April 12, 1988 ആൻഡ് ബിക്കേം ഓപ്പറേഷണൽ ഓൺ ദ സെയിം ഡേ. അപ്പോൾ ഇതേ ഡേയിൽ തന്നെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്തത്. April 12, 1988 മിഗ ഫോം ചെയ്തത്. ദെൻ ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ ടു പ്രൊമോട്ട് ഫ്ലോ ഓഫ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ടു ലെസ് ഡെവലപ്ഡ് മെമ്പർ നേഷൻസ്. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുക. എവിടെ പ്രൊമോട്ട് ചെയ്യാനാണ്? ലെസ് ഡെവലപ്ഡ് മെമ്പർ നേഷൻസിൽ. ദെൻ ടു പ്രൊവൈഡ് ഇൻഷുറൻസ് കവർ ടു ഇൻവെസ്റ്റേഴ്സ് അഗെയിൻസ്റ്റ് പൊളിറ്റിക്കൽ റിസ്ക്, ടു ഓഫർ എഷുറൻസ് അഗെയിൻസ്റ്റ് നോൺ കമേഴ്ഷ്യൽ റിസ്ക്, ടു എൻഷുർ ന്യൂ ഇൻവെസ്റ്റ്മെൻറ്റ്, എക്സ്പാൻഷൻ ഓഫ് പ്രസൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മുടെ പ്രസൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എക്സ്പാൻഷൻ. പിന്നെ അതുപോലെ പ്രൊമോഷണൽ ആൻഡ് അഡ്വൈസറി സർവീസസ് കൊടുക്കുക. ക്രെഡിബിലിറ്റി എമംഗ് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് പ്രൊമോട്ട് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദ ഏരിയ ഓഫ് റോഡ് കൺസ്ട്രക്ഷൻ, ഡ്രിങ്കിങ് വാട്ടർ, അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഇല്ലേ, അവിടെയൊക്കെ നമ്മൾ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നതെല്ലാം ഇതിൻ്റെ ഒബ്ജക്റ്റീവിൽ വരുന്നതാണ്. പിന്നെ അതുപോലെ വരുന്ന മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ദ യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെൻറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1964 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. പെർമനൻറ്റ് ഇൻ്റർ ഗവൺമെൻറ്റൽ ബോഡിയാണ്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് യുണൈറ്റഡ് നേഷൻസ് സെക്രട്ടറിയേറ്റ് ഡീലിംഗ് വിത്ത് ട്രേഡ്, ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇഷ്യൂസാണ് ഇത് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ടു ഫങ്ഷൻ ആസ് എ ഫോറം ഫോർ ഇൻ്റർ ഗവൺമെൻറ്റൽ ഡെലിബറേഷൻസ്. അപ്പോൾ നമ്മൾ ഓരോ ഡെലിബറേഷൻസ് ഒക്കെ നടക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ഫോറമായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. UNCTAD എന്ന് പറയും നമ്മൾ. ടു പ്രൊമോട്ട് ഇൻ്റർനാഷണൽ ട്രേഡ്
ഇൻ്റർനാഷണൽ ട്രേഡ് മെമ്പർ കൺട്രീസ് തമ്മിലുള്ള ഇൻ്റർനാഷണൽ ട്രേഡും ഇക്കണോമിക് ഡെവലപ്മെൻറ്റൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ടു ഫോർമുലേറ്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് പോളിസീസ് ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡിന് വേണ്ടിയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഫോം ചെയ്യുക. പിന്നെ ട്രേഡ് എഗ്രിമെൻറ്റിന് നെഗോസിയേഷൻ കൊടുക്കുക. നമ്മൾ ഓരോ ട്രേഡ് എഗ്രിമെൻറ്റ്സ് ഒക്കെ കണ്ടക്ട് ചെയ്യില്ലേ, അപ്പോൾ അതിന് നെഗോസിയേഷൻസ് കൊടുക്കുക. ടു പ്രൊമോട്ട് റിസർച്ച് ആൻഡ് സപ്പോർട്ട് ഓഫ് നെഗോസിയേഷൻ, ഈ നെഗോസിയേഷന് സപ്പോർട്ടും റിസർച്ചൊക്കെ കൊടുക്കുക. ടെക്നിക്കൽ അസിസ്റ്റൻസ് കൊടുക്കുക. പിന്നെ ഹാർമോണിയസ് ട്രേഡ് റിലേറ്റഡ് ആക്ടിവിറ്റീസ് നല്ല ഹാർമോണിയസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നല്ല രീതിയിൽ ഒരു അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് കേട്ടോ. പിന്നെ വേൾഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ദാറ്റ് പ്രൊവൈഡ് ലോൺ ടു ഡെവലപ്ഡ് കൺട്രീസ് ഫോർ ക്യാപിറ്റൽ പ്രോഗ്രാമിന് ലോൺ കൊടുക്കുക. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്, അതായത് IBRD ഉണ്ട്, അതുപോലെ തന്നെ IDA ഉണ്ട്, ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റും ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ് അസോസിയേഷനായ IDAയും. അപ്പോൾ ഇത് രണ്ടും കൂടിയാണ് ചേർന്നത്. അപ്പോൾ വേൾഡ് ബാങ്ക് എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ വേൾഡ് ബാങ്കിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ടു ഇറാഡിക്കേറ്റ് എക്സ്ട്രീം പോവേർട്ടി ആൻഡ് ഹങ്കർ റെഡ്യൂസ് ചെയ്യുക. പിന്നെ അതുപോലെ യൂണിവേഴ്സൽ പ്രൈം എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ലോങ് റൺ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുക. പ്രൊമോട്ട് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്, അതുപോലെ റെഡ്യൂസ് ലോങ് റൺ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ എഷ്യൂറിങ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. ഇപ്പോൾ നമുക്ക് ഫണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള അസിസ്റ്റൻസ് കൊടുക്കാനാണ് ഈ വേൾഡ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ഫോം ചെയ്തത്. അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളതിൽ. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടിയാണ് നമുക്ക് നമ്മുടെ ഈ ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റിങ്ങിലുള്ളത്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ പഠിക്കാം. ഇനി ഇതിൽ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, ഞാൻ ഒന്നുകൂടെ നോക്കിയിട്ട് നമുക്ക് വിട്ടുപോയ കാര്യങ്ങൾ ചേർത്തിട്ട് ഒരൊറ്റ ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് മറ്റൊരു പുതിയ സബ്ജക്റ്റിലേക്ക് കടക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ കമൻറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.